നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സെബി ജോർജ് തെക്കുടൻ. ആദ്യം പ്രധാന വാർത്തകൾ. കൊടകര സഹൃദയ MBA കോളേജിലെ വിദ്യാർത്ഥികൾ പഠനയാത്ര പോയ ടൂറിസ്റ്റ് ബസ് അപകടത്തിൽപ്പെട്ടു. 17 പേർക്ക് പരിക്ക്. വരന്തരപ്പള്ളി കുട്ടോലിപ്പാടത്ത് നിയന്ത്രണം വിട്ട പെട്ടി ഓട്ടോറിക്ഷ വൈദ്യുത പോസ്റ്റുകൾക്കിടയിലേക്ക് ഇടിച്ചു കയറിയ അപകടം. ഓട്ടോ ഡ്രൈവർക്ക് പരിക്ക്. കോടതിയിൽ സാക്ഷി പറഞ്ഞതിലുള്ള വൈരാഗ്യത്താൽ യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ 2 പ്രതികൾ റിമാൻഡിൽ. പിടിയിലായത് അവിട്ടപ്പള്ളി സ്വദേശികൾ. AIYF നേതൃത്വത്തിൽ കോടാലി ആൽത്തറയിൽ ജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവില ഉയർന്നു. പവന് 280 രൂപ വർദ്ധിച്ച് സ്വർണ്ണവില 1,05,440 രൂപയായി. വിശദമായ വാർത്തകളിലേക്ക്. കൊടകര MBA കോളേജിലെ വിദ്യാർത്ഥികൾ പഠനയാത്ര പോയ ടൂറിസ്റ്റ് ബസ് അപകടത്തിൽപ്പെട്ടു. 17 പേർക്ക് പരിക്ക്. തിരുവനന്തപുരം കല്ലമ്പലം നാവായിക്കുളത്ത് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് 17 വിദ്യാർത്ഥികൾക്ക് പരിക്ക്. 2 പേരുടെ പരിക്ക് ഗുരുതരമാണ്. കൊടകര സഹൃദയ MBA കോളേജിലെ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. വിദ്യാർത്ഥികളും അധ്യാപകരുമടക്കം 42 അംഗ സംഘമാണ് ബസ്സിലുണ്ടായിരുന്നത്. വിഴിഞ്ഞത്തേക്ക് പഠനയാത്രയ്ക്ക് എത്തിയ സംഘമാണ് ബസ്സിലുണ്ടായിരുന്നത്. ശനിയാഴ്ച പുലർച്ചെ 3:30 അപകടം നടന്നത്. ദേശീയപാതയിലെ സർവീസ് റോഡിൽ ബസ് നിയന്ത്രണം വിട്ട് ചെരിഞ്ഞാണ് അപകടം സംഭവിച്ചത്. വിദ്യാർത്ഥി ക്രിസ്റ്റോ പോൾ, അസിസ്റ്റന്റ് പ്രൊഫസർ നോയൽ വിൽസൺ എന്നിവർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഇവരെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ നിന്നും കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. വരന്തരപ്പള്ളി കുട്ടോലിപ്പാടത്ത് നിയന്ത്രണം വിട്ട പെട്ടി ഓട്ടോറിക്ഷ. ഓട്ടോ ഡ്രൈവർക്ക് പരിക്കേറ്റു. പുലിക്കണ്ണിയിലേക്ക് ഇറച്ചി കൊണ്ടുവരാൻ പോയ ഓട്ടോയാണ് അപകടത്തിൽപ്പെട്ടത്. 2 പോസ്റ്റുകൾക്കിടയിലേക്കാണ് ഓട്ടോ ഇടിച്ചു കയറിയത്. പോസ്റ്റുകൾക്കിടയിൽ കുടുങ്ങിയ ഓട്ടോയിൽ നിന്ന് ഡ്രൈവറെ നാട്ടുകാർ ചേർന്നാണ് രക്ഷപ്പെടുത്തിയത്. അപകടം സംഭവിച്ചയുടൻ തന്നെ നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് KSEB അധികൃതർ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു. ശനിയാഴ്ച പുലർച്ചെ 4:30 അപകടം. കോടതിയിൽ സാക്ഷി പറഞ്ഞതിലുള്ള വൈരാഗ്യത്താൽ യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ 2 പ്രതികൾ റിമാൻഡിൽ. അവിട്ടപ്പള്ളി സ്വദേശികളായ തോട്ടത്തിൽ വീട്ടിൽ അജിത്, പൊന്നഞ്ചേരി വീട്ടിൽ രോഹിത് കൃഷ്ണ എന്നിവരെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഡിസംബർ 15 അവിട്ടപ്പള്ളിയിൽ വെച്ച് പയ്യപ്പള്ളി വീട്ടിൽ നോബിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിലാണ് അറസ്റ്റ്. 2022 ഓഗസ്റ്റ് 26 പരാതിക്കാരന്റെ അയൽവാസിയെ തടഞ്ഞു നിർത്തി അസഭ്യം പറഞ്ഞ് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിന് അജിത്തിനെതിരെ കോടതിയിൽ സാക്ഷി പറഞ്ഞതിലുള്ള വൈരാഗ്യത്തിലാണ് പ്രതികൾ പരാതിക്കാരനെ ഇടിവള കൊണ്ടും ബിയർ കുപ്പി കൊണ്ടും ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതെന്ന് പോലീസ് പറഞ്ഞു. അജിത് വെള്ളിക്കുളങ്ങര, ഒല്ലൂർ, ആലപ്പുഴ നോർത്ത് പോലീസ് സ്റ്റേഷൻ പരിധികളിലായി ഒരു അടിപിടി കേസിലടക്കം 3 ക്രിമിനൽ കേസിൽ പ്രതിയാണ്. രോഹിത് കൃഷ്ണ 1 കേസിൽ പ്രതിയാണ്. വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ SHO K കൃഷ്ണൻ, SI അജൽ, GSI സനിൽകുമാർ, GSI ഷാജു, CPO സുരേഷ് കുമാർ എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്ത അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ദേശീയപാത നന്ദിക്കരയിൽ ആളൊഴിഞ്ഞ പറമ്പിൽ തീപിടുത്തം. ശനിയാഴ്ച വൈകിട്ട് 4 മണിക്കായിരുന്നു സംഭവം. നന്ദിക്കര ഗവൺമെന്റ് സ്കൂളിന് എതിർവശത്തുള്ള പറമ്പിലാണ് തീപിടുത്തമുണ്ടായത്. ഉണങ്ങി നിന്ന പുല്ലിന് അതിവേഗം തീ പടരുകയായിരുന്നു. നാട്ടുകാർ ഉടൻ അഗ്നിരക്ഷാസേനയെ വിവരമറിയിച്ചു. പുതുക്കാട് അഗ്നിരക്ഷാസേന എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ജനാധിപത്യത്തെ പണാധിപത്യം കീഴ്പ്പെടുത്താൻ BJPയും കോൺഗ്രസും ഒന്നായി പ്രവർത്തിക്കുകയാണെന്ന് CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KP സജീവ് ആരോപിച്ചു. AIYF കോടാലി ആൽത്തറയിൽ ജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് സ്വർണ്ണവില ഉയർന്നു. പവന് 280 രൂപ വർദ്ധിച്ച് സ്വർണ്ണവില 1,05,440 രൂപയായി. ഗ്രാമിന് 35 രൂപ വർദ്ധിച്ച് 13,150 രൂപയായി. അന്താരാഷ്ട്ര സംഘർഷങ്ങൾ വർദ്ധിക്കുന്നതിനാൽ സ്വർണ്ണവില വീണ്ടും ഉയരുമെന്ന സൂചനകളാണ് വരുന്നത്. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ അന്താരാഷ്ട്ര വിലയെ അനുസൃതമാക്കിയാണ് കേരളത്തിൽ വില നിശ്ചയിക്കുന്നത്. അന്താരാഷ്ട്ര വിപണി നിരക്കുകൾ, ഇറക്കുമതി തീരുവകൾ, നികുതികൾ, വിനിമയ നിരക്കുകളിലെ ഏറ്റക്കുറച്ചിലുകൾ എന്നിവയാണ് പ്രധാനമായും ഇന്ത്യയിലെ സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്. സംസ്ഥാന ക്ഷീരവികസന വകുപ്പിന്റെ മാധ്യമ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ദീപിക തൃശൂർ യൂണിറ്റിലെ സീനിയർ സബ് എഡിറ്റർ സെബി മാളിയക്കലിനാണ് മികച്ച പത്ര റിപ്പോർട്ടറിനുള്ള പുരസ്കാരം. 25,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം.
2024 മാർച്ച് 3 ബധിരദിനത്തിൽ ദീപികയിൽ പ്രസിദ്ധീകരിച്ച ബധിരതയെ തോൽപ്പിച്ച പാൽപുഞ്ചിരി എന്ന റിപ്പോർട്ടാണ് സെബിയെ അവാർഡിന് അർഹനാക്കിയത്. ഈ മാസം 19 കൊല്ലം ആശ്രാമം മൈതാനിയിൽ നടക്കുന്ന സംസ്ഥാന ക്ഷീരസംഗമത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവാർഡ് സമ്മാനിക്കുമെന്ന് സെക്രട്ടേറിയറ്റിലെ PRD ഹാളിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ക്ഷീരവികസന മന്ത്രി ജെ ചിഞ്ചുറാണി അറിയിച്ചു. സെബി മാളിയേക്കൽ കടുപ്പശ്ശേരി മാളിയേക്കൽ പരേതനായ പോൾസന്റെയും സെലീനയുടെയും മകനാണ്. അവിട്ടത്തൂരിലാണ് താമസം. ഭാര്യ ആഞ്ചില, മക്കൾ അന്ന തെരേസ്, ആഗ്നസ് മേരി. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി MLA-മാർക്ക് നൽകാൻ തയ്യാറാക്കിയ നിവേദനം പുതുക്കാട് നിയോജകമണ്ഡലം MLA KK രാമേന്ദ്രന് കൊടകര മേഖലാ പ്രസിഡന്റ് ഷൈജു ഇമാജിനേഷൻ കൈമാറി. AKPS സംസ്ഥാന സെക്രട്ടറി CG ടൈറ്റസ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി അനിൽകുമാർ, ജില്ലാ ക്ഷേമനിധി ചെയർമാൻ സജി പൗലോസ്, മേഖലാ സെക്രട്ടറി ജീവൻ ലോറൻസ്, മേഖലാ ട്രഷറർ സുരേഷ് ഐശ്വര്യ, യൂണിറ്റ് പ്രസിഡന്റ് സെക്രട്ടറിമാരായ മെജോ കൊടാലി, ജോൺസൺ ഇമേജ്, രവീന്ദ്രനാഥ്, ജോഷി മഞ്ഞിലാസ്, ഓസ്ബിൻ പോൾസൺ എന്നിവർ സന്നിഹിതരായിരുന്നു. മണ്ണമ്പേട്ട പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ പള്ളിയിൽ പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെയും വിശുദ്ധ സെബാസ്റ്റ്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ഞായറാഴ്ച ആഘോഷിക്കും. രാവിലെ 10 നടക്കുന്ന ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ഷാജി കൊച്ചുപുര കാർമ്മികനാകും. ഫാദർ ആന്റണി തെക്കീനിയത്ത് തിരുനാൾ സന്ദേശം നൽകും. വൈകിട്ട് 4 വിശുദ്ധ കുർബാനയും തുടർന്ന് തിരുനാൾ പ്രദർശനവും ഉണ്ടായിരിക്കുന്നതാണ്. ഭരത ഹോളി ട്രിനിറ്റി പള്ളിയിൽ വിശുദ്ധ സെബാസ്റ്റ്യാനോസിന്റെ തിരുനാൾ ഞായറാഴ്ച ആഘോഷിക്കും. രാവിലെ 10 നടക്കുന്ന ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ ജാക്സൺ തെക്കേക്കര കാർമ്മികനാകും. ഫാദർ അരുൺ കാമറ വടന സന്ദേശം നൽകും. ഫാദർ ജസ്റ്റിൻ എലുവത്തിങ്കൽ സഹ കാർമ്മികനാകും. മനക്കുളങ്ങര ലയൺസ് ക്ലബിന്റെ 171ാമത് സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് ഞായറാഴ്ച രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ കൊടകര GLP സ്കൂളിൽ സംഘടിപ്പിക്കും. ഇനി കാണാം ഇൻഫോടോക്ക്. മഞ്ഞപ്പിത്തം വരുന്നത് തടയാൻ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഇൻഫോടോക്ക്. തിളപ്പിച്ചാറിയതും ഫിൽറ്റർ ചെയ്തതുമായ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം. നിർജ്ജലീകരണം ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദിവസവും 10 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണം. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് കൈകൾ നന്നായി കഴുകാൻ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും വാഷ്റൂമിൽ പോയി വന്നു കഴിഞ്ഞാൽ കൈ കഴുകാൻ മറക്കരുത്. പഴങ്ങൾ, പച്ചക്കറികൾ തുടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ നന്നായി കഴുകിയതിനു ശേഷം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. അടുക്കള പ്രതലങ്ങൾ വൃത്തിയാക്കാനും മറക്കരുത്. ഹെപ്പറ്റൈറ്റിസ് AB എന്നിവയ്ക്കെതിരെ മുൻകരുതൽ എന്ന നിലയ്ക്ക് വാക്സിൻ എടുക്കുന്നത് നല്ലതായിരിക്കും. ഇത് മഞ്ഞപ്പിത്തം ഉണ്ടാവുന്നതിനെ തടയുന്നു. ഫൈബർ ധാരാളം അടങ്ങിയ പഴങ്ങൾ, പച്ചക്കറികൾ, തവിട് കളയാത്ത ധാന്യങ്ങൾ, മഞ്ഞൾ എന്നിവ കഴിക്കാൻ ശ്രദ്ധിക്കണം. അമിതമായി കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കാം. ശുദ്ധമല്ലാത്ത ജലം, മദ്യം, മറ്റ് ഭക്ഷണ സാധനങ്ങൾ എന്നിവ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. അതേസമയം വ്യായാമങ്ങൾ ചെയ്യാനും ശരീരഭാരം നിയന്ത്രിക്കാനും മറക്കരുത്. കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 21 ഡിഗ്രി സെൽഷ്യസ്. കേരള സർക്കാർ പൊതുമേഖലാ സ്ഥാപനമായ കെൽട്രോൺ 2026 അധ്യയന വർഷത്തെ വിവിധ മാധ്യമ കോഴ്സുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമുള്ളവർക്കും +2 കഴിഞ്ഞവർക്കും അനുയോജ്യമായ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാം. പ്രിന്റ് മീഡിയ, ടെലിവിഷൻ ജേർണലിസം, ഡിജിറ്റൽ മീഡിയ, വാർത്താ അവതരണം, ആങ്കറിംഗ്, പബ്ലിക് റിലേഷൻ, അഡ്വർടൈസിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത കണ്ടന്റ് നിർമ്മാണം, വീഡിയോ ക്യാമറ പരിശീലനം, വീഡിയോ എഡിറ്റിംഗ് തുടങ്ങിയ മേഖലകളിൽ സമഗ്ര പരിശീലനമാണ് കെൽട്രോൺ നൽകുന്നത്. അപേക്ഷാ ഫോമിനും കൂടുതൽ വിവരങ്ങൾക്കും 9544958182 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 13,180 രൂപയും പവന് 1,05,440 രൂപയും രേഖപ്പെടുത്തി. കല്ലൂർ അയ്യങ്കോട് പുന്നോലിപ്പറമ്പിൽ ചെറിയ ഭാര്യ എൽസി അന്തരിച്ചു. 79 വയസ്സായിരുന്നു. സംസ്കാരം ഞായർ രാവിലെ 11 കല്ലൂർ ഈസ്റ്റ് സെന്റ് റാഫേൽസ് പള്ളിയിൽ. സോണിയ, സോഫിയ എന്നിവർ മക്കളും ഷാജു, ബെന്നി എന്നിവർ മരുമക്കളുമാണ്. മുരിക്കുങ്ങൽ കണ്ണൂക്കാടൻ കുഞ്ഞുവറിയത് ഭാര്യ മേരി അന്തരിച്ചു. 88 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ആനി, മാത്യൂസ്, പോൾ, ഷെർലി, ജോൺസൺ, സിജി എന്നിവർ മക്കളും ലിസി, ലാലി, ബേബി, സിനി, ജോസഫ്, പരേതനായ ജോർജ് എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. കൊടകര സഹൃദയ MBA കോളേജിലെ വിദ്യാർത്ഥികൾ പഠനയാത്ര പോയ ടൂറിസ്റ്റ് ബസ് അപകടത്തിൽപ്പെട്ടു. 17 പേർക്ക് പരിക്ക്.
വരന്തരപ്പള്ളി കുട്ടോലിപ്പാടത്ത് നിയന്ത്രണം വിട്ട പെട്ടി ഓട്ടോറിക്ഷ വൈദ്യുത പോസ്റ്റുകൾക്കിടയിലേക്ക് ഇടിച്ചു കയറിയ അപകടം. ഓട്ടോ ഡ്രൈവർക്ക് പരിക്ക്. കോടതിയിൽ സാക്ഷി പറഞ്ഞതിലുള്ള വൈരാഗ്യത്താൽ യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ 2 പ്രതികൾ റിമാൻഡിൽ. പിടിയിലായത് അവിട്ടപ്പള്ളി സ്വദേശികൾ. AIYF നേതൃത്വത്തിൽ കോടാലി ആൽത്തറയിൽ ജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവില ഉയർന്നു. പവന് 280 രൂപ വർദ്ധിച്ച് സ്വർണ്ണവില 1,05,440 രൂപയായി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.